പക്ഷെ പലരും ചേർന്ന് ഇപ്പോൾ അവരെ ഒരു കോമാളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് കോമാളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സ്വയമായിക്കൊണ്ടിരിക്കുകയാണ്. കിച്ചു പറഞ്ഞ് മനസ്സിലാക്കി. ഫ്രണ്ട്സ്, എല്ലാവർക്കും രുദ്രാർദ്ര 2020 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതുപോലെ തന്നെ നിങ്ങൾ എന്തായാലും വീഡിയോ പ്ലേ ചെയ്യുമല്ലോ, പ്ലേ ചെയ്യുന്നവർ ആ ലൈക്ക് ബട്ടണിലും കൂടെ ഒന്ന് പ്രസ് ചെയ്തൂടെ? എന്തിനാ ഇത്ര പിശുക്കത്തരം? ഒന്ന് ലൈക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു നഷ്ടവുമില്ലല്ലോ, പ്ലീസ്. അപ്പോൾ ഒരു ലൈക്ക് കൂടെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമ്മൾ ചെയ്യില്ല എന്ന് വിചാരിച്ച വീഡിയോസാണ് കേട്ടോ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുന്നത്. അതിനാരും ഇവിടെ തെറി വിളിക്കരുത്. നമ്മുടെ കൊല്ലം സുധിയുടെ മകനായ കിച്ചുവിനെ വെച്ചൊരു ഇൻ്റർവ്യൂ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടിരുന്നു. അപ്പം ആ ഇൻ്റർവ്യൂ ചെയ്തതിനെ ഒരുപാട് വിമർശിച്ചിരുന്നു. കാര്യം ആ പ്രായത്തിലുള്ള ഒരു കുട്ടിയെ വിളിച്ചിരുത്തി ചോദിക്കാൻ പാടില്ലാത്ത ഒരുപാട് ചോദ്യങ്ങളാണ് അവതാരക ചോദിച്ചത്. നമ്മൾ ഒരുപാട് വിമർശിച്ച ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു അത്. ഇപ്പം കിച്ചു അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് കിച്ചുവിനോട് ആ ടൈമിൽ ചോദിക്കുന്നുണ്ട്, കിച്ചുവിൻ്റെ വിദ്യാഭ്യാസമൊക്കെ എങ്ങനെയാണ്, ആരാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് കിച്ചു കൃത്യമായ ഉത്തരം നൽകുന്നുണ്ട്. ഫ്ലവേഴ്സ് TV ആണ് എൻ്റെ വിദ്യാഭ്യാസ ചെലവുകളെല്ലാം വഹിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ ഭാഗം എങ്ങനെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പം ബോധപൂർവമായി നശിപ്പിക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ആ ഭാഗം മാത്രം ഓഡിയോ കട്ടായിപ്പോയി. അത് നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്തായാലും അതിനെക്കുറിച്ച് കിച്ചു പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ചിന്നക്കടയിൽ എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ലാതെ പോകുന്നു. അതിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ആരാ നോക്കുന്നത്? അതിന്റെ ഫീസും കാര്യങ്ങളെല്ലാം ഫ്ലവേഴ്സാണ് നോക്കുന്നത്. എങ്ങനെ അതിന്റെ എത്ര വർഷത്തെ കോഴ്സാണ്? 3 ഇയർ കോഴ്സ്. 3 ഇയർ കോഴ്സാണ്. ഇപ്പൊ എത്ര വർഷമായി? 1 വർഷം ആകാൻ പോകുന്നു. ഒരു വർഷം ആകുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ കിച്ചു നേരിട്ട് ആ ഒരു ചാനലിനെ വിളിച്ചു. കാര്യം ഇൻ്റർവ്യൂ പുറത്തു വന്നപ്പോൾ കിച്ചു അത് കണ്ടു കാണുമല്ലോ. ഈ ചാനലുകാരെ വിളിച്ചപ്പോൾ കിച്ചു ചോദിച്ചു എങ്ങനെ എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചപ്പോൾ കിച്ചുവിന് അവർ കൊടുത്ത മറുപടി ആ ഭാഗത്ത് ഓഡിയോ കട്ടായെന്നാണ്. അപ്പോൾ കിച്ചു പറയുന്നുണ്ട്, എന്നാൽ ഒരു കാര്യം ചെയ്യുക, ഞാനൊരു കമൻറ്റ് പിൻ ചെയ്യാം, അപ്പോൾ ആ കമൻറ്റ് നിങ്ങൾ അവിടെ നിന്ന് ഞാൻ കമൻറ്റ് അയക്കുക, അപ്പോൾ നിങ്ങൾ അതൊന്ന് പിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ ശരി സെറ്റാക്കാൻ കുഴപ്പമില്ല, ഞങ്ങളുടെ കയ്യിൽ നിന്ന് വന്നൊരു അബദ്ധമാണ്, മനഃപൂർവ്വം ചെയ്തതല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ നമ്മുടെ ഭാഗം ന്യായീകരിക്കുമല്ലോ. അപ്പം ഈ പ്രായത്തിലുള്ളൊരു കുട്ടിയോട് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങളാണ് അവർ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ എന്നിട്ട് പോലും ആ കുട്ടി പറയുന്ന കാര്യങ്ങൾ 1 വേർഡിലാണ് ഉത്തരങ്ങളായിട്ട് പറയുന്നത്. ആ ഉത്തരങ്ങൾ പോലും വളച്ചൊടിച്ച് അടുത്തൊരു ചോദ്യമായിട്ട് ചോദിക്കാനായിട്ടൊക്കെ അവതാരക ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കുക എന്ന് പറഞ്ഞില്ല. നമ്മൾ ആ ടൈമിൽ ആ വീഡിയോ നല്ലതുപോലെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിരുന്നാലും അപ്പോൾ കിച്ചു ഒരു കമൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റ് അവരോട് ഇപ്പോൾ കിച്ചുവിൻ്റെതാണെന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് അവിടെ വരുന്നുണ്ട്. പക്ഷെ അത് കിച്ചു ഇട്ട കമൻറ്റ് അല്ല, അത് അവർ തന്നെ ഐഡിയ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്തൊരു ഫേക്കാണ്. അതിനെക്കുറിച്ച് കിച്ചു പറയുന്നത് നമുക്കത് കേട്ടിട്ട് വരാം. അല്ലല്ല, അത് എൻ്റെ അക്കൗണ്ട് അല്ല, അത് വേറെ അക്കൗണ്ട്. അത് വേറെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അത് അവർ തന്നെ എനിക്ക് തോന്നുന്നു ഇട്ടായിരിക്കണം. അവർ എന്നെ പിൻ ചെയ്തായിരുന്നു. ഞാൻ വിളിച്ച് ചോദിച്ചത് എന്താ ഇങ്ങനെ മാറ്റാൻ കാരണം. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ എന്തോ ഓഡിയോ ആ ടൈമിൽ കറക്റ്റായിട്ട് കിട്ടിയില്ല, അതുകൊണ്ടാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആര് കമൻറ്റ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് പിൻ ചെയ്യാമെന്ന് വെച്ചാൽ അപ്പോൾ അവർ ആ കമൻ്റ് അല്ല പിൻ ചെയ്തേക്കുന്നു, വേറെ അവർ തന്നെ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഇതിൽ പറഞ്ഞ കേട്ടല്ലോ ആ ഓഡിയോ കട്ടായി പോയി എന്ന്. അപ്പം അത് കേട്ടല്ലോ, കിച്ചു കൊടുത്ത കമൻ്റ് അല്ല അവർ പിൻ ചെയ്തിരിക്കുന്നത്. കിച്ചുവിൻ്റെ കമൻ്റ് അതിന് തൊട്ട് താഴെയായിട്ട് കിച്ചു എന്നുള്ള പേരിൽ കിടപ്പുണ്ട്. അപ്പം ഇതിനെതിരായിട്ട്, അതായത് കിച്ചുവിന് ഒരുപാട് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കിച്ചു എന്ത് ചെയ്തു, ഒരു 48 മിനിറ്റ് വരുന്ന ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ലൈവിൽ കിച്ചു പറയുന്നുണ്ട്, എനിക്കിനി ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ എന്നോടായിട്ട് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞ് കിച്ചു അതിൽ ലൈവ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗത്ത് ഇങ്ങനെയുള്ള കമൻറ്റുകൾക്ക് ഇതിനകത്ത് ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂസ് ഇനി ചെയ്യാൻ താല്പര്യമില്ല എന്നും, കാര്യം ആ കുട്ടി പറയുന്ന രീതിയിലല്ല നമ്മുടെ അവതാരകരായാലും ഇൻ്റർവ്യൂസ് ആയാലും പുറത്തു വരുന്നത്. അത് കിച്ചുവിൻ്റെ ലൈവിൻ്റെ കുറച്ച് ഭാഗം കൊണ്ട് നമുക്ക് കണ്ടിട്ട് വരാം. കുറച്ച് ഇൻ്റർവ്യൂ കൊടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കുക. ഞാൻ അങ്ങോട്ട് ലൈവല്ല ഇൻ്റർവ്യൂ കൊടുക്കാനായിട്ട് ഞാൻ ഇതില്ല. നിങ്ങൾക്ക് അറിയാനുള്ളത് ഇപ്പം നേരിട്ട് എന്നോട് ഇപ്പം ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. ഇൻ്റർവ്യൂ ആയിട്ട് ഈ ലൈവ് ഇടുന്നതിന് മുന്നേ ആയിട്ട് കിച്ചു ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, ഞാൻ രാഹുൽ ദാസ്, നിങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്ന കൊല്ലം സുധിയുടെ മകനാണ്, എനിക്ക് ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, എന്നെ വെച്ച് ഒരുപാട് പേര് അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞാൽ ആ ഒരു മീനിങ്ങിൽ, അതായത് എനിക്കിനി ഇതിനൊരു ബലിയാടാവാൻ താല്പര്യമില്ല എന്ന അർത്ഥം വരത്തക്ക രീതിയിൽ ഞാനവിടെ പോസ്റ്റ് ചെയ്യാം, നിങ്ങളത് വായിക്കുക.
പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ആ കുട്ടി ലൈവ് ചെയ്തത്. അപ്പോൾ ലൈവിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ലൈവിൽ കുറച്ച് ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്, അമ്മയെക്കുറിച്ചൊക്കെ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്താണ് കിച്ചുവിൻ്റെ മറുപടിയും നമുക്ക് കണ്ടിട്ട് വരാം. താല്പര്യമില്ലാത്ത മട്ടിലാണ് മറുപടി കൊടുത്തത്. ലക്ഷ്മി ചേച്ചിയുമായി ഇപ്പോൾ വല്ല ഉടക്കുമുണ്ടോ? വലിയ ഞാനായിട്ടൊരു കുഴപ്പമില്ല, അമ്മയായിട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാനായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, ഇടയ്ക്ക് മെസ്സേജൊക്കെ ഇടാറുണ്ട്. അമ്മ അതിനെ കിച്ചുവിൻ്റെ നിലപാട് എന്തായാലും നല്ലൊരു കാര്യമാണ് കേട്ടോ. ഇനി ഇൻ്റർവ്യൂസിനൊന്നും നിന്ന് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. നിങ്ങൾക്ക് എന്ത് ചോദിക്കാനുണ്ടെങ്കിലും എന്നോട് നേരിട്ട് ചോദിക്കാനുള്ള മറുപടി ഞാൻ തരാമെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് അമ്മയുടെ അഭിനയത്തിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ കിച്ചു പറയുന്നുണ്ട് കുറച്ചും കൂടെ ഒക്കെ നന്നായിട്ട് വരാനുണ്ട്, അമ്മ ആ ഫസ്റ്റ് ടൈം അല്ലേ അത് റെഡി ആയിട്ട് വരും എന്ന് പറയുന്നുണ്ട്. പിന്നെ എനിക്ക് ചിലവിനായിട്ടുള്ള കാശൊക്കെ അമ്മ തരുന്നുണ്ട്, എൻ്റെ പഠന ചിലവൊക്കെ നടത്തുന്നത് ഫ്ലവേഴ്സ് ആണെന്നൊക്കെ ആ കുട്ടി പറയുന്നുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ രേണു സുധി വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ്. മീൻസ് കൊല്ലം സുധിയുടെ ഭാര്യയാണ്, കൊല്ലം സുധിയുടെ വിധവയാണ്, ആ കുട്ടികളെ വളർത്താനായിട്ട് ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ വെച്ച് നമുക്ക് വളരെ ഒരുപാട് സിമ്പതി ഉണ്ട്. പക്ഷെ നമ്മൾ അവരെ വിമർശിച്ച ഒരൊറ്റ കാര്യമുള്ളൂ, നെഗറ്റീവ് പബ്ലിസിറ്റി ആകാൻ ശ്രമിക്കുന്ന ഒരു ഇതിൽ മാത്രമാണ് നമ്മൾ വിമർശിച്ചിട്ടുള്ളത്. അല്ലാതെ രേണു സുധി അപ്പം ഒരു ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ ഇതിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കാതെ തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇപ്പം അഭിനയത്തിൽ അത്ര വലിയ കടി കെട്ടിയ വ്യക്തിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഭിനയിക്കാനുള്ള കഴിവെന്ന് പറഞ്ഞാൽ ജന്മസിദ്ധമാണ് ചിലർക്ക്. അതുപോലെ തന്നെ അത് ചെയ്ത് ചിലർക്ക് നേരെയാവും. ആദ്യമായിട്ടൊക്കെ ചിലപ്പോൾ പെട്ടെന്നൊന്നും അഭിനയിച്ചങ്ങ് മികവാകാനൊന്നും പറ്റില്ല. അപ്പം ഇനി അങ്ങോട്ട് ബെറ്റർ ആവുമായിരിക്കും. പക്ഷെ അവർ നന്നായിട്ട് അഭിനയിക്കുന്നതുകൊണ്ടായിരിക്കണമല്ലോ അവർ വീണ്ടും വിളിക്കുന്നത്. അവിടെയാണ് ഒരു ടെസ്റ്റ് ഉള്ളത്. ഇത് ഞാൻ പറയുമ്പം ഒരുവിധപ്പെട്ട രേണു സുധിയെ എതിർക്കുന്നവർ പറയാൻ പോകുന്നത് രേണു സുധിയുടെ നെഗറ്റീവ് പബ്ലിസിറ്റി. അപ്പം നെഗറ്റീവ് പബ്ലിസിറ്റി അവർക്കുള്ളത് കൊണ്ട് അവർക്ക് വീണ്ടും അവസരം കിട്ടുന്നുണ്ട്. പക്ഷേ ഈ അവസരങ്ങളോട് അവരെന്ത് ചെയ്യും, അവരുടെ ആ കഴിവ് നല്ലതുപോലെ വെളിച്ചത്ത് കൊണ്ടുവരും. എന്തായാലും അവർക്ക് ആ ഒരു അഭിനയത്തിലൊരു ഇതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം നാടകത്തിലൊക്കെ അവർ ധാരാളം അഭിനയിക്കുന്നുണ്ട്, ഇപ്പോൾ ആൽബംസ് ഒക്കെ വരുന്നുണ്ട്. അഭിനയിച്ച് അവർ സെറ്റ് ആയിക്കോളും, കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇനി ആ കുഞ്ഞുങ്ങളെ വേട്ടയാടാതിരിക്കുക. ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ലക്ഷ്മി നക്ഷത്രയുടെ കാര്യങ്ങളാണ്. ലക്ഷ്മി നക്ഷത്രയും ഇത് ചോദിക്കുന്നുണ്ട്, ഇൻ്റർവ്യൂലൊക്കെ ചോദിക്കുന്നുണ്ട് ലക്ഷ്മി നക്ഷത്രയുമായിട്ട് എന്താണ് പ്രശ്നം. അപ്പോൾ ഉടനെ നമ്മുടെ കിച്ചു പറയുന്നുണ്ട് ഞാനുമായിട്ടൊരു പ്രശ്നമില്ല, ഇനി അമ്മയായിട്ടുള്ള പ്രശ്നമുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. എന്തിനാണ് ആ കുട്ടിയോട് ചോദിക്കുന്നത്? രേണു സുധിയോട് ചോദിച്ചൂടെ? രേണു സുധിന് മറുപടി പോരെ നിങ്ങൾക്ക്? എന്തിനാണ് ആ കുട്ടിയിൽ നിന്ന് ഇപ്പോൾ ആ കുട്ടി എന്ത് പറഞ്ഞാലും അതൊരു ഇതായിട്ട് വരും, നെഗറ്റീവായിട്ട് വരും. അപ്പോൾ എന്തായാലും ഇനിയെങ്കിലും ആ കുട്ടികളെ ഉപദ്രവിക്കാതിരിക്കുക. കൊല്ലം സുധിച്ചേട്ടനോടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ വെറുതെ ഉപദ്രവിക്കാതെ രേണു സുധിയുടെ രീതിയിലായിട്ട് പോകട്ടെ. വെറുതെ എന്തിനാ നമ്മൾ വായിക്കൊന്ന് കോലിട്ട് കടുപ്പിക്കുക എന്ന് പറയുന്നത്, നമുക്ക് വായിലോട്ട് കൈയിട്ട് കടുപ്പിക്കുന്ന രീതിയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഉള്ള കേട്ടോ. സോഷ്യൽ മീഡിയ അവരെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ ദിവസവും ഇങ്ങനെ അവരെ പുറക്കെ നടന്ന് ആക്രമിച്ചതിന് ശേഷം അവരങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ പറഞ്ഞു, നമ്മൾ പ്രശ്നം ഉണ്ടാക്കും. അവർ പറയുന്ന ഏതെങ്കിലും ഒരു ചെറിയ ക്ലിപ്പിംഗ് ആയിരിക്കും, അവരതിനെ സാധൂകരിക്കുന്ന ഭാഗം കാണുമായിരിക്കും, അതാരും കാണില്ല. അല്ലാതെ അങ്ങ് ദിവസേന അങ്ങ് ഉപദ്രവമാണ്. അവരവരുടെ രീതിയിൽ ജീവിച്ചു പൊക്കോട്ടെ എന്ന് മാത്രം പറയുന്നു. എന്തായാലും കിച്ചുവിൻ്റെ ഈ നിലപാടിനോട് ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും ഈ ഒരു പ്രായത്തിൽ തന്നെ അവൻ നല്ലതുപോലെ മുന്നേറുന്നുണ്ട്. കാര്യം വെച്ചാൽ നല്ലൊരു പക്വതയോടെ മുന്നേറുന്നു. ഇതിനകത്തൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഋതപ്പനെയൊക്കെ നോക്കി നല്ലതുപോലെ മുന്നോട്ട് പോകണം എന്നൊക്കെ. അതിനോട് തീർച്ചയായും അങ്ങനെ തന്നെയാണ്, നല്ല പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിച്ച് അനിയനെയൊക്കെ നോക്കും തന്നെയാണ് ആ കുട്ടി പറയുന്നത്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് കിച്ചുവിൻ്റെ ഈ ഒരു മറുപടിയോടെ. വീണ്ടും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ധൈര്യമായിട്ട് ഇതുപോലെ ലൈവ് സ്ട്രീമിൽ വന്ന് പറയാനുള്ളത് തുറന്നു പറയുക, അല്ലെങ്കിൽ വീഡിയോസായിട്ട് തുറന്നു പറയുക. അപ്പോഴുള്ള ഈ നെഗറ്റീവ് കമൻസൊക്കെ അവിടെ അവസാനിക്കുമല്ലോ. എന്തായാലും പുതിയൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.